ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായതാണ്. $45 കോടി മൂല്യമുള്ളതാണ് ഈ കരാർ. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്തോനേഷ്യ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ ലഭിച്ചത്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ച JF-17 എന്ന വിമാന വിൽപ്പനയെക്കുറിച്ചാണ് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തിയത്. 40 വിമാനങ്ങൾ വരെ നൽകാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ദക്ഷിണ ചൈന കടലിൽ ചൈന പ്രതിരോധത്തിൽ ഇന്തോനേഷ്യയുടെ പിന്തുണ ലഭിക്കും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യയുടെ എതിരാളിയായ പാകിസ്ഥാനിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നതിനെ ഇന്ത്യ ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. $45 കോടി മൂല്യമുള്ള ഈ കരാർ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്. കടക്കണിയിലായ പാകിസ്ഥാന് ഈ വിൽപ്പന ഉപേക്ഷിക്കാൻ കഴിയില്ല. അനുസരിക്കാത്ത രാജ്യങ്ങളെ വരുതിയിലാക്കാനുള്ള ഒരായുധമായി ഇറക്കുമതി ചുങ്കത്തെ ഉപയോഗിക്കുന്നത് അമേരിക്ക ഒരു പതിവാക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ 25% വർധനവ് ഏർപ്പെടുത്തിയത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ നികുതി 500% വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഗ്രീൻലാൻഡിനെ അമേരിക്കയുമായി കൂട്ടിച്ചേർക്കുന്നതിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം. ജർമ്മനി, ഫ്രാൻസ്, UK, നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിനെ കൂട്ടിച്ചേർക്കാനുള്ള നടപടിയെ എതിർത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% നികുതി വർദ്ധിപ്പിക്കാനാണ് ട്രംപിൻ്റെ നിർദ്ദേശം. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി അന്താരാഷ്ട്ര വ്യാപാരത്തെ ട്രംപ് ഉപയോഗിക്കുന്നത് ലോക സാമ്പത്തിക ക്രമത്തിന് വലിയ ഭീഷണിയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് വർധനവ് ചൈനയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ കാര്യമായി ബാധിച്ചില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന 5% വളർച്ച നിരക്ക് നേടാൻ ഈ വർഷവും ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ കുറവുണ്ടായിട്ടും സാമ്പത്തിക വളർച്ച നിലനിർത്താൻ കഴിഞ്ഞത് വലിയ ഒരു നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ജനസംഖ്യയുടെ കാര്യത്തിൽ വളർച്ചാ നിരക്ക് കുറയുകയാണ്. വളർച്ചാ നിരക്കിൽ ഈ വർഷം 1%-ലധികം കുറവുണ്ടായി. ജനസംഖ്യാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ജനസംഖ്യയിൽ വർധനവുണ്ടായില്ല. ഇതേ തുടർന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന പദവി ചൈനയ്ക്ക് നഷ്ടമായത്. പ്രസവ സംബന്ധമായ എല്ലാ ചെലവുകളും സർക്കാരാണ് വഹിക്കുന്നത്. വിവാഹം കഴിക്കുന്നതും മക്കളെ വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കാനായി ഇതുപോലെയുള്ള പല ആനുകൂല്യങ്ങളും ചൈന നൽകുന്നുണ്ട്. കർശനമായ ജനസംഖ്യാ നിയന്ത്രണങ്ങളെ തുടർന്നാണ് ചൈനയ്ക്ക് ഈ ദുസ്ഥിതി ഉണ്ടായത്.
ഗ്രീൻലാൻഡ് പ്രതിസന്ധി നീങ്ങുന്നില്ല. ഭാവിയിൽ ഈ പ്രദേശത്തെ ചൈനയോ റഷ്യയോ ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ ഡെൻമാർക്കിന് കഴിയില്ല. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് പിടിച്ചെടുത്താൽ അത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്ന വാദം അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് തന്നെ പരിഗണിക്കാത്തതുകൊണ്ട് സമാധാനം താനും പരിഗണിക്കുന്നില്ല. അമേരിക്കയുടെ നേട്ടം മാത്രമാണ് താൻ പരിഗണിക്കുന്നത് എന്നാണ് ട്രംപ് നോർവേയുടെ പ്രധാനമന്ത്രിയെ അറിയിച്ചത്. യാങ്കികൾ മടങ്ങിപ്പോകണം എന്ന മുദ്രാവാക്യവുമായി ഗ്രീൻലാൻഡ് നിവാസികൾ തെരുവിലിറങ്ങി. ട്രംപിൻ്റെ നീക്കം തെറ്റായ നടപടിയാണെന്ന് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ നീക്കം അംഗീകരിക്കില്ല എന്നതാണ് മറ്റൊരു സഖ്യകക്ഷിയായ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ നിലപാട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപപ്പെട്ട അമേരിക്ക യൂറോപ്പ് സൗഹൃദം വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനായി ഒപ്പുവെച്ച സമാധാന കരാറിൻ്റെ ആദ്യഘട്ടമായിരുന്ന വെടിനിർത്തലും സേനാ പിന്മാറ്റവും പൂർത്തിയായി. ഹമാസിൻ്റെ നിരായുധീകരണവും ഗാസ നഗരത്തിൻ്റെ പുനർനിർമ്മാണവും നടക്കേണ്ടത് അടുത്ത ഘട്ടത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സമാധാന സമിതിയാണ് രണ്ടാം ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യ അടക്കം 60ഓളം രാഷ്ട്രങ്ങളെയാണ് സമാധാന സമിതിയിൽ ചേരാൻ ട്രംപ് ക്ഷണിച്ചിരിക്കുന്നത്. സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ $1 കോടി പ്രവേശന ഫീസായി നൽകണം. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികൾ ഇതിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി തങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ ഒരു സംവിധാനം രൂപീകരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് പലരുടെയും സംശയം. സ്വന്തം വ്യാപാര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി പുതിയ സമാധാന സമിതിയെ ട്രംപ് ദുരുപയോഗം ചെയ്യുമെന്ന ഭയവും പല രാജ്യങ്ങൾക്കുമുണ്ട്. പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ അടുത്ത കാലത്താണ്. ഈ നിയന്ത്രണങ്ങൾ പാലിക്കുന്നു എന്നുറപ്പുവരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ഉടമകളാണ്. ഇത് ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ഭീമമായ പിഴ നൽകേണ്ടി വരും. തന്മൂലം പ്രായപൂർത്തിയാകാത്തവരെ അകറ്റി നിർത്താൻ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കുന്നതിനാൽ ഈ പരിഷ്കരണം വിജയിച്ചതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ UK-യിലും ഏർപ്പെടുത്തണമെന്ന് ഭരണകക്ഷിയിലെ പല പാർലമെന്റ് അംഗങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതേക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി MP-മാരുടെ ഒരു സംഘത്തെ ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ പ്രായപൂർത്തിയാകാത്തവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് UK നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പക്വതയില്ലാത്തവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ്. ഈ അടുത്ത സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ ഡൽഹി സന്ദർശിക്കുകയും BJPയുടെയും RSSന്റെയും പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതിനു മുമ്പും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 2020 ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് മുടങ്ങിപ്പോയ ചർച്ചകളാണ് വീണ്ടും ആരംഭിച്ചത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം.
സംഘർഷത്തിനു ശേഷം നടന്ന ചർച്ചകളുടെ ഫലമായി നിയന്ത്രണ രേഖയിലേക്ക് ചൈനയുടെ സൈന്യം പിന്മാറുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എങ്കിലും നിലപാടുകളിൽ ചൈന ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. താരിഫ് തർക്കത്തെ തുടർന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായി. പുതിയ വിപണി കൂടാതെ ചൈനയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ സന്ദർശനം എന്നാണ് പൊതുവെയുള്ള ആരോപണം. സാമൂഹിക നീതി, ശാക്തീകരണം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് രാമദാസ് അഥവാലെ. കേരള മുഖ്യമന്ത്രിയെ NDAയിൽ ചേരാൻ ക്ഷണിച്ചുകൊണ്ട് ഇദ്ദേഹം കണ്ണൂരിൽ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി. ഇതൊരു നിരുപദ്രവമായ പ്രസ്താവനയാണെങ്കിലും ഇതിനോടനുബന്ധിച്ചു നൽകിയ വിശദീകരണം കൂട്ടുത്തരവാദിത്വമുള്ള കേന്ദ്രമന്ത്രിസഭയിലെ ഒരംഗത്തിനു ചേരുന്നതല്ല. NDAയിൽ ചേരാത്തതുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതെന്നും NDAയിൽ ചേർന്നാൽ ഒരു വലിയ സാമ്പത്തിക പാക്കേജ് പ്രധാനമന്ത്രി നൽകുമെന്നും ഈ മന്ത്രി പറഞ്ഞു. തങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ പോലും മനഃപൂർവ്വം കേന്ദ്രം നിഷേധിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരാതി. ഒരു വിവേചനവും കാട്ടുന്നില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം. സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തെ ശരിവയ്ക്കുന്നതും സ്വന്തം മന്ത്രിസഭയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതുമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. ഇത്തരം പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഫെഡറൽ സംവിധാനത്തിനു ഭീഷണിയാണ്. ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ഗ്രീൻലാൻഡ് വിഷയം ചൂടുപിടിച്ച ചർച്ചയായി. ഗ്രീൻലാൻഡ് തങ്ങൾക്ക് ലഭിക്കണം എന്ന കാര്യം ട്രംപ് ആവർത്തിച്ചു. ഗ്രീൻലാൻഡിൻ്റെ പരമാധികാരം അംഗീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാകണം എന്ന് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഈ വിഷയം ബുധനാഴ്ച നാറ്റോ ചർച്ച ചെയ്തു. പിറ്റേ ദിവസം നാറ്റോ തലവൻ മാർക്ക് റൂട്ടെയുമായി ധാരണയിലെത്തിയതായി ട്രംപ് അവകാശപ്പെട്ടു. എന്താണ് ധാരണ എന്ന് വ്യക്തമല്ല. ഗ്രീൻലാൻഡിനെതിരെ സൈനിക നടപടി ഉണ്ടാവില്ലെന്നും ഇതിൻ്റെ പേരിലുള്ള താരിഫ് വർധന നടപ്പാക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിൽ യൂറോപ്പിനുണ്ടായിരുന്ന വിശ്വാസം തകർന്നു എന്നാണ് യൂറോപ്യൻ യൂണിയനും നാറ്റോയും അഭിപ്രായപ്പെട്ടത്. നാറ്റോ എന്ന സൈനിക സഖ്യത്തിന് അമേരിക്കയെ കൂടാതെ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാറ്റോയിൽ ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഫെബ്രുവരിയിൽ ഉക്രൈനെതിരെ റഷ്യ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഉക്രൈൻ നാറ്റോ എന്ന സൈനിക സഖ്യത്തിൽ അംഗമാകുന്നത് തടയുക എന്നതായിരുന്നു റഷ്യയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കാനായി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഈ ആഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ചർച്ചയുടെ വിവരങ്ങളുമായി ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറും പുടിനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് UAEയിൽ വെച്ച് അമേരിക്കയും റഷ്യയും ഉക്രൈനും പങ്കെടുക്കുന്ന ചർച്ചകൾ നടക്കും. ഒട്ടുമിക്ക കാര്യങ്ങളിലും തീരുമാനമായെന്നും ചില പ്രദേശങ്ങളുടെ കൈമാറ്റമാണ് തർക്ക വിഷയമായി തുടരുന്നതെന്നും ത്രികക്ഷി സമ്മേളനം ഇത് പരിഹരിച്ച്
വെടിനിർത്തൽ ഉണ്ടാക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.